അയനും മീത്ത പോകണ്ടാനി നന്നേ പായേ കൂടാ ഇരിക്കാ നിനക്ക് മന്നേ പായേ മറുപിറവിയിലും പോകയില്ല ഞാൻ മാങ്ങാട്ടേക്കെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ മന്നപ്പൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത്. ഇരുട്ട് വീണ ദൈവവഴികളെല്ലാം തെളിയിച്ചു തരുന്നത് മന്നപ്പൻ്റെ തോറ്റംപാട്ടാണ്. വാക്കിലും മനസ്സിലുമെല്ലാം കാന്തിയും കരുത്തുമുള്ള ദൈവത്തിൻ്റെ പുറപ്പാടുകൾ. മുങ്കയ്യാലെ ചോറും തളികയും തട്ടിമാറ്റി മാങ്ങാട്ട് നിന്നും മലമുടിയിലേക്ക് പോയ മന്നപ്പനെ ഓർത്ത് ഒരു ജനത കൂട്ടം കൂടി നിൽക്കുകയാണ്. മാങ്ങാട്ടെ ഒറ്റക്കാഞ്ഞിരം തട്ടുക്ഷേത്രം മന്നപ്പൻ്റെ ജീവിതാനുഭവങ്ങളുടെ പടനിലമാകാൻ പോവുകയാണ്. പാലം കടന്ന് കയറിക്കൊണ്ടോ അങ്കത്തട്ടിൽ ദൈവത്തിൻ്റെ തോറ്റമാണ്. വിളിച്ചുണർത്തുന്നത് മന്നപ്പൻ എന്ന മനുഷ്യൻ കതിവന്നൂർ വീരനായി പുകഴ്പെറ്റതിൻ്റെ കഥയും. പാട്ടും പുരാവൃത്തവും അരിച്ചെടുത്താൽ കാണുക ചരിത്രമാണ്. ഒരു മാങ്ങാട്ടുകാരൻ്റെ പച്ചയായ ജീവചരിത്രം. അറിയാത്ത ആത്മവേദനകൾ കൊണ്ട് എരിപൊരി കണ്ട ഒരു ചെറുപ്പക്കാരൻ സഞ്ചരിച്ച അനുഭവങ്ങളുടെ കാടും മലയും നിറഞ്ഞ കഥകൾ. തോറ്റമുറിയാനായിട്ടില്ല. ആത്മത്യാഗിയായവൻ്റെ അനുഭവകഥകളിലേക്ക് പോയി വരാൻ നേരമുണ്ട്. മാങ്ങാട്ടെ മേത്തളിയില്ലത്ത് കുമരച്ചൻ്റെയും പരക്കയില്ലത്ത് ചക്കിയുടെയും ഏകമകൻ. മകന്നാളിൽ പിറന്നതിനാൽ മന്നപ്പനായി. പ്രായപൂർത്തിയാകുമ്പോഴേക്കും ആയുധവിദ്യയും അക്ഷരവിദ്യയും പഠിച്ചുറച്ചു. പണി പലതും പഠിക്കണമെന്ന് അച്ഛൻ ഗുണദോഷിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. ചെങ്ങാതികൾക്കൊപ്പം വേട്ടയാടി പിടിച്ച കാട്ടുരുക്കൾ ചുട്ടുതിന്നും റാക്ക് കുടിച്ചു നടന്ന തനി നായാടി ജീവിതം. സഹികേട് വന്നപ്പോൾ കുലാഭിമാനിയായ കുമരച്ചൻ പൊട്ടിത്തെറിച്ചു. ഒരു 10-12 വയസ്സായി. അത് കണക്കൂട്ടിക്ക് വന്നാണ് മന്നപ്പൻ. 10-12-22 വയസ്സ് വരെയും ഒന്നും ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതച്ഛനാ ഏതമ്മയാന്ന് പറയാതിരിക്കുക. അവിടെ അപ്പം ഇത്രയും കാലം ഇങ്ങനെ ജോലി ചെയ്യാണ്ട് നിന്നാൽ എനിക്ക് ചോറ് തരാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പ്രായത്തിനനുസരിച്ച് ഓനും ഉണ്ടാവില്ലേ ഇത്. എന്നാൽ പിന്നെ ഇനി ഞാൻ കിടന്ന് നിൽക്കുന്നില്ല അതും പറഞ്ഞിട്ടാണ്. ധീരനും സാഹസികനും അഭ്യസ്തവിദ്യനും വിപ്ലവകാരിയുമായ ഫ്യൂഡൽ കാലത്തെ ഒരു കീഴാള യുവാവിനെ സ്വന്തം ജാതിയിലും കുലത്തൊഴിലിലും കെട്ടിയിടാനുള്ള ശ്രമങ്ങളാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മന്നപ്പൻ വീടുന്ന വീട് വ്യവസ്ഥയുടെ വീടാണ്. വീടിനെ ഇയാൾ പിന്നെ കടയാഭ്യാസം പിടിച്ച ആളാണ്. ഒന്നാമതായിട്ട് വീടുന്നതിന് പ്രധാന കാരണം ഇയാൾ പോകാൻ അച്ഛൻ്റെ ഇത് മാത്രമല്ല, ഈ പിന്നെ ഇയാൾ എടുത്ത പണിയെന്നാണ് അസ്ത്രാഭ്യാസം നടത്തിയത്. ഇത് ഈ പറമ്പിൽ വെച്ചിട്ട്
അതെന്തോ മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു ഇപ്പം ഇവർ ഈ പോലീസുകാർക്ക് വീട്ടിൽ ഇത് പഠിപ്പിക്കുന്നത്. എന്തോ ഇന്ന സ്ഥലം നല്ലതാണെന്ന് അങ്ങനെ എന്തോ തോന്നിയിട്ടാണ്. ആ പത്രാഭ്യാസം ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള സവർണരിക്ക് തോന്നി ഇത് ക്ഷത്രിയന്മാർക്ക് പറഞ്ഞ പണിയാണ്, ഇത് ഇവരെല്ലാം കുത്താണ്. അന്നത്തെ രാജാക്കന്മാർക്കെല്ലാം ഇങ്ങനെ ഒരു തീയൻ ഇങ്ങനെ അസ്ത്രാഭ്യാസം പഠിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. പക്ഷെ ഇയാൾ എഴുതുന്ന പഠിച്ചെന്ന് പറയാൻ കഴിയില്ലേ, അതിൻ്റെ ഗുരുവിൽ നിന്നും പറയുന്നില്ല. ഏകരീതിനെ പോലെ പഠിച്ചതായിരിക്കണം. മന്നപ്പന് കൂട്ടുകാർ കണക്കിലധികം റാക്കും ഇറച്ചിയും നൽകി മയക്കി കിടത്തിയ സ്ഥലത്താണ് ഈ തെയ്യത്തറ ഉയർന്നത്. വെങ്ങരയിലെ അനീഷ് പെരുവണ്ണാനാണ് മന്നപ്പൻ്റെ കോലം കെട്ടുന്നത്. കോലത്തിൻ്റെ തോറ്റം ഉറയുകയാണ്. മന്നപ്പൻ മനസ്സിലും ശരീരത്തിലും പടരുമ്പോൾ പെരുവണ്ണാൻ അങ്കക്കലി പൂണ്ട ഒരു പോർവീരനാകുന്നു. കുടകരുടെ വംശീയ വൈരത്തിൻ്റെ രക്തസാക്ഷിയാണ് മന്നപ്പൻ. മലമുടിയിൽ കാർഷിക ജീവിതത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച ഒരു മലയാളി കുടിയേറ്റക്കാരനെ തറപറ്റിക്കാനുള്ള ആസൂത്രിതമായ ആയുധമെടുപ്പായിരുന്നു അത്. പ്രത്യേക സംസ്ഥാനത്തിനു വേണ്ടി ഇന്നും വാദിക്കുന്ന കുടകരുടെ വംശീയ സ്വത്വത്തിൻ്റെ വേരുകൾ തേടിയാലും ഒരു വേള കതിവന്നൂരിലെ തെയ്യത്തറയിലുമെത്തും. വാളിന് വാളും ചുരികയ്ക്ക് ചുരികയുമായിരുന്നു മന്നപ്പൻ്റെയും മറുപടി. വാളും മുറുമിയും മാറി മാറി അണിഞ്ഞാണ് സ്വന്തം ഭൂമിയും ആകാശവും മന്നപ്പൻ പൊരുതി നേടുന്നത്. 1.5 മണിക്കൂറോളം നീണ്ട അഭ്യാസ പ്രകടനത്തിനൊടുവിൽ മന്നപ്പൻ്റെ തോറ്റം വിടവാങ്ങും. അടുത്തത് പോർവീരൻ്റെ യഥാർത്ഥ പുറപ്പാടിനുള്ള ഉടുത്തുകെട്ടിൻ്റെയും മുഖത്തെഴുത്തിൻ്റെയും നേരമാണ്. കോലക്കാരന് വിശ്രമമില്ല. മഹാവീരനെ കാത്തുള്ള കണ്ണുകൾക്കും ഉറക്കമില്ല. തളിപ്പറമ്പ് താലൂക്കിൻ്റെ കിഴക്കൻ അതിർത്തിയായ ചതുരംപുഴയിൽ നിന്ന് പാടാൻ കവല വഴിയാണ് മന്നപ്പൻ കുടകിലേക്ക് പോയത്.
തോറ്റംപാട്ടിൽ വിസ്തരിച്ചു പറയുന്ന വഴികളും ദേശങ്ങളുമെല്ലാം ഇപ്പോഴുമുണ്ട്. വെള്ളാകുളത്ത് വയലിൽ നിന്നാണ് മന്നപ്പൻ ചങ്ങാതികളോട് യാത്ര പിരിഞ്ഞ് കതിവന്നൂരുള്ള അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ആര്യഞ്ചേരി കമണ്ടരി എന്ന് പറഞ്ഞ അയാളുടെ വീട്ടിൽ പോയിട്ട് അവിടെ നെല്ല് വാങ്ങുന്നു. അവിടെ നെല്ല് വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് കണ്ണയാട്ടി കച്ചവടം ചെയ്തു. അപ്പോൾ നല്ലൊരു വരുമാനമില്ല മാർഗ്ഗമാണ്. കതിവന്നൂർ അമ്മാവൻ്റെ മകൻ അണ്ണുക്കൻ മന്നപ്പൻ്റെ ആത്മസുഹൃത്തായി. അമ്മാവനും അമ്മായിയും അച്ഛനും അമ്മയും തന്നെയായി. മലനാട്ടിൽ നിന്ന് ഒരു തീയൻ വന്ന് കതിവന്നൂരിലെ മണ്ണും മനസ്സും കീഴടക്കിയപ്പോൾ മുത്താർമുടി കുടകർക്ക് അസൂയ മൂത്തു. വെങ്കുടയൻ മൂപ്പൻ്റെ കുടകപ്പട മന്നപ്പനെ പൊയ്ത്തിന് വിളിച്ചു. 5 കെട്ടമ്പും അരക്കൻ വില്ലുമായി മന്നപ്പനും കച്ചകെട്ടി. കണ്ണുകളിൽ അഗ്നി നിറച്ച് മഹാതേജസ്വിയായ ദൈവം പുറത്തിറങ്ങി. അറുപത്തിനാല് കോത്തിരികൾ കത്തിച്ച വാഴപ്പോളത്തറയാണ് ചെമ്മരത്തിയുടെ വീടായി സങ്കല്പിച്ചിരിക്കുന്നത്. 64 പന്തങ്ങൾ യുദ്ധത്തിലെ 64 കരുക്കളാണ്. ചൂട്ടുകറ്റയും കോത്തിരികളും തോൽക്കുന്ന മന്നപ്പൻ്റെ ഈ മുഖതേജസ്സിന് മുന്നിലാണ് വേളാർകോട്ടെ ചെമ്മരത്തിക്ക് തൻ്റെ പിടിവിട്ടുപോയത്. പൂർവ്വജന്മത്തിൻ്റെ ഒരു ഇതായിരിക്കുമല്ലേ. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഇത്ര വലിയ പ്രേമം വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ എനിക്ക് ലേശം കുടിക്കാൻ വെള്ളം തരുന്നു. അവൾ മോശമല്ല ആൾ. വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു വഹിക്കൊന്നും തരില്ലാന്ന് തോന്നുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് വെള്ളത്തിന് കഴിച്ചാൽ പിന്നെ അവിടുന്ന് പിന്നെ കാല് കഴുകാൻ വെള്ളം കൊടുത്ത് കാലും മൂക്കെല്ലാം കഴുകിയിട്ട് ദാഹത്തിൻ്റെ മറന്നു വീണു. ഇതങ്ങനത്തെ സാധനായിരിക്കും കാണുന്നത്. മന്നപ്പന് ചെമ്മരത്തി പ്രാണനായി. എന്നാൽ കാലം പോകെ പ്രണയത്തിൻ്റെ മാധുര്യമൊരുകി. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റമായി. കൊടകങ്ങാടിയിൽ നിന്ന് വരാൻ വൈകിയാൽ സംശയത്തിനൊരു കാരണമായി. മാറ്റങ്ങളൊന്നും സ്നേഹത്തിൻ്റെ സ്വരമല്ലെന്ന് കണ്ടപ്പോൾ മന്നപ്പൻ്റെ മനസ്സ് കിടുങ്ങി. അവൻ രണ്ടും കൽപ്പിച്ച് യുദ്ധമുഖത്തേക്ക് ഓടി. യുദ്ധത്തിൽ ഇയാൾ വിജയിക്കുക അതിന്. അത് യുദ്ധം ചെയ്ത് വിജയിച്ച് ഇയാൾ തിരിച്ചു പോകുന്നു. പിന്നെ ഒത്തിരി വിശ്രമിച്ചാൽ ഇന്ന് ഇപ്പോൾ ഒന്നും തകരാറുന്നില്ല. അപ്പോൾ ചെറുവിരൽ കാണുന്നില്ല. അതിന് മോതിരം ഉണ്ടായി. ഈ ചെറുവിരൽ കാണാത്തതുകൊണ്ട് പറഞ്ഞു ഇനി ഞാൻ ഏതായാലും പിന്നെ അങ്ങേക്ക് പോകുന്നില്ല. എന്നാ ഇത് ഈ കുറ്റം പറഞ്ഞുകൊണ്ട് പിന്നെ ചെന്നെത്തി ആക്ഷേപിക്കും. അവരോട് നമ്മയൊന്നും പറയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അഥവാ പറഞ്ഞാലും സാരമില്ല, നിങ്ങൾ ചങ്ങായിമാരല്ലേ. എൻ്റെ ഭാര്യയോട് ഇത് പറഞ്ഞെന്ന് ആക്ഷേപിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഈ ആയുധം നിങ്ങൾ അവിടെ കതിവന്നൂർക്ക് എത്തിക്കണം, കാരണവരത്തേക്ക് എന്ന് പറഞ്ഞ് രണ്ടാമത് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിട്ട്
മടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത് ആദ്യം മടങ്ങി പോകാൻ വേണ്ടി പാടില്ലെന്നാണ്. അങ്ങനെ അവരോട് അങ്ങോട്ട് പറയുന്നു, നിങ്ങൾ എന്നെ കൊന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ അയാൾ എഴുതിട്ട് കൊല്ലും. സ്നേഹമില്ലാത്ത ചെമ്മരത്തിക്കൊപ്പം കഴിയുന്നതിനേക്കാൾ മരണമാണ് ചിതമെന്ന് മന്നപ്പന് തോന്നി. എന്നാൽ ആത്മഹത്യ ഒരു പോരാളിക്ക് പറഞ്ഞതല്ല. പടയിൽ ജയിച്ചു വന്നവൻ വീണ്ടും തോറ്റോടിയ പടയുടെ കൂട്ടത്തിലേക്ക് തന്നെ ചീറിപ്പാഞ്ഞു. അവർ തിരിഞ്ഞു നിന്നു. മലങ്കാറ്റായി വന്ന പടയിൽ മന്നപ്പൻ ചോരപ്പൂക്കളായി ചിന്നിച്ചിതറി. ആത്മസുഹൃത്തായ അണ്ണുക്കൻ മന്നപ്പൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തി. ആത്മനിന്ദയുടെ തീയിൽ ചെമ്മരത്തിയുടെ ഹൃദയം പൊള്ളി. ആളുകളുടെ കണ്ണു തെറ്റിയ നിമിഷം നോക്കി അവൾ മന്നപ്പനെരിയുന്ന ചിതയിലേക്ക് എടുത്തു ചാടി. പച്ച മനുഷ്യനായി ചിതയിലെരിഞ്ഞ മന്നപ്പൻ ദൈവമായി ഉയർപ്പ് നേടി. നാട്ടുവെളിച്ചം പരന്നതോടെ അവൻ ദൈവപീഠത്തിലേറ്റപ്പെട്ടതിൻ്റെ വരവിളിയുമായി. എപ്പോഴും ഭൂമിയിൽ ദൈവമായി വാഴുക നീ. അങ്ങനെ ചെന്നത് കേട്ട് വിമാനത്തെ വന്ദനം ചെയ്തു മടക്കി അയച്ചവൻ മന്നേ മായാകവനോർവിടതിൽ ചെന്നുടൻ ദൈവക്കരുവാച്ചമഞ്ഞവൻ അക്ഷരാർത്ഥിയും പെട്ടെന്ന് കൊടുത്തയാൽ പട്ടാൻ തന്നെ ഇഷ്ടമായി പള്ളിയ വരവേൽപ്പിച്ചു. ആശങ്കകളും മൂട്ടും പലവിധം കൂട്ടിക്കൊടുത്തതോ വാങ്ങി കഴിഞ്ഞുടങ്ങ് പാട്ടം വരാതെ പാട്ടുടൻ പള്ളിയ സ്ഥലം കൈക്കൊണ്ടു. അന്നവർ ദ്രോഹിച്ചുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വഴിക്കൊടുത്തയാൽ ആഴ്ചയോളം പള്ളി തന്നെ ഇങ്ങോട്ടും ആഴാമറഞ്ഞു വസിക്കുന്ന